ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ദശകം 24 പ്രഹ്ലാദ ചരിതം. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധഗ്ലപിതതിരിർഏതസ്യ സഹജാ ഹിരണ്യപ്രാരംഭ കശിപുർ അമരാരാധി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വദാർത്ഥം മുരരിവോ. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ. പോത്രിപ്രവരൻ എന്ന് പറഞ്ഞാല് വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ പന്നി രൂപം ധരിച്ചിട്ടാണ് ഈ ഹിരണ്യാക്ഷനെ കൊന്നത്. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ കാരണജലത്തിൽ കൊണ്ടുപോയി മുക്കിവെച്ചു. അപ്പോ ഭൂമിദേവിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അങ്ങ് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് വരാഹരൂപം ധരിച്ച് ഉണ്ടായ ആ അവതാരം നമ്മൾ മുൻ ദശകത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഹിരണ്യാക്ഷനെ വധിച്ചു. ആ രൂപത്തില് പന്നി രൂപത്തിൽ വന്നിട്ട് ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷ. വപുഷ എന്ന് പറഞ്ഞാൽ വപുസ് എന്ന് പറഞ്ഞ ശരീരം. ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിത. അങ്ങനെ ഹതേ അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ, ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയാൽ കൊല്ലപ്പെട്ടപ്പോൾ ഹിരണ്യാക്ഷന്റെ സഹോദരൻ ഹിരണ്യകശിപുവിന് ശോകവും ക്രോധവും ഒക്കെ വന്ന് ആകെ മനസ്സ് അസ്വസ്ഥമായി. ദുഃഖം, അമർഷം എന്നിവയാൽ ആകെ അസ്വസ്ഥ ചിത്തനായ ഹിരണ്യകശിപു ധൃതി ഏതസ്യ സഹജ ശോകക്രോധഗ്ലപിത ധൃതിരേതസ്യ സഹജ. ഇവന്റെ സഹജൻ എന്ന് പറഞ്ഞ സഹോദരൻ. ഏതസ്യ ഇവന്റെ സഹജൻ സഹോദരൻ ഹിരണ്യ പ്രാരംഭ കശിപു. അവന്റെ പേര്, ആ സഹോദരന്റെ പേരാണ് പിന്നെ പറയുന്നത്. ഹിരണ്യൻ എന്ന് തന്നെ പേരിന്റെ ആദ്യം. ഇപ്പോഴൊന്നും അല്ല ഈ പേര്, ഒരേ പേര് സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരേപോലെ, ആദ്യത്തെ ഭാഗം ഒരേപോലെ അല്ലെ ആദ്യത്തെ അക്ഷരം ഒരേപോലെ എന്ന് വരുന്നത് പണ്ടേ ഉള്ളതാണ്. സഹോദരങ്ങളുടെ രണ്ടുപേരുടെയും പേര് തുടങ്ങുന്നത് ഹിരണ്യ എന്നാണ്. ഹിരണ്യാക്ഷൻ ഒരാള്, ഇളയാള്, മൂത്തയാള് ഹിരണ്യകശിപു. രണ്ടുപേരുടെയും പേര് തുടങ്ങുന്നത് ഹിരണ്യ എന്നാണ്. ഹിരണ്യ പ്രാരംഭ എന്ന് പറഞ്ഞാൽ തുടക്കം. പേരിന്റെ തുടക്കം ഹിരണ്യ എന്ന് തന്നെ. കശിപു എന്നതിനകത്ത് ചേർത്തിട്ടുണ്ട്, ഹിരണ്യകശിപു. അങ്ങനെ മൂത്തയാളിന്റെ പേര് ഹിരണ്യകശിപു എന്നാണ്. അമരാരാധി സദസി. അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്, അവരുടെ ആരാധി ശത്രുക്കള്. അമരന്മാരുടെ ശത്രുക്കൾ, ദേവന്മാരുടെ ശത്രുക്കൾ ആരാണ്? അസുരന്മാര്. അമരാരാധി സദസി, അവരുടെ സദസ്സിൽ, അതായത് അസുര സദസ്സില് പ്രതിജ്ഞാമാതേനെ പ്രതിജ്ഞ എടുത്തു. എന്താണ് പ്രതിജ്ഞ ചെയ്തത്? തവ കില വധാർത്ഥം മുരരിപോ. തവ അങ്ങയുടെ മഹാവിഷ്ണുവിനെ കൊന്നിട്ടേ ഞാൻ ഇരിക്കുള്ളൂ. ഈ മഹാവിഷ്ണുവാണ് എന്റെ അനുജനെ ഹിരണ്യാക്ഷനെ കൊന്നത്. അതുകൊണ്ട് അസുരന്മാരുടെ സദസ്സിൽ വെച്ച് ഹിരണ്യകശിപു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് പ്രതിജ്ഞ? മഹാവിഷ്ണുവിനെ കൊന്നിട്ടേ ഞാൻ ഇരിക്കുള്ളൂ. തവ കില വധാർത്ഥം മുരരിപോ. മുരൻ എന്ന അസുരനെ കൊന്ന അങ്ങയുടെ വധം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തു. ആരാണ് പ്രതിജ്ഞ ചെയ്തത്? ഹിരണ്യകശിപു. എന്താണ് ഹിരണ്യകശിപുവിന് ഭഗവാനോട് ദേഷ്യം? ഹിരണ്യാക്ഷനെ പന്നി രൂപത്തിൽ വന്ന് കൊന്നുകളഞ്ഞു. നല്ല യോദ്ധാവായിട്ട് വന്ന് കൊന്നുകളയുകയാണെങ്കിലും കുഴപ്പമില്ല, വെറും ഒരു പന്നിയുടെ രൂപം ധരിച്ചു വന്ന് കൊന്നുകളഞ്ഞു. അത് വളരെ മോശമായി പോയില്ലേ എന്നുള്ള ഒരു തോന്നൽ. സഹോദരൻ നഷ്ടമായി എന്നുള്ള ദുഃഖം, പരാജയപ്പെട്ടു എന്നുള്ള, അസുരന്മാര് മോശക്കാര് എന്നുള്ള ഒരു തോന്നല് ഒക്കെ വരുന്നല്ലോ. അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടി അങ്ങനെ കൊന്ന ആ വിഷ്ണുവിനെ ഞാൻ കൊന്നിട്ടേ ഇരിക്കുള്ളൂ എന്നൊരു പ്രതിജ്ഞ അസുരന്മാരുടെ സദസ്സിൽ നടത്തി, ഹിരണ്യകശിപു നടത്തി. ഇതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. വിധാതാരം ഘോരം സകലു തപസിത്വാനചിരതാ പുരസാക്ഷാൽ കുറുവൻ സുരനരമൃഗാദ്യൈർ അനിധനം പരം ലബ്ധ്വാ തൃപ്തോ ജഗതി ഗർഭവന്നായകമിതം പരീക്ഷുന്ദൻ ഇന്ദ്രാത് അഹരദിവം ത്വാമഗണയൻ. അങ്ങനെ അവൻ
ആ പ്രതിജ്ഞ എടുത്തതിന് ശേഷം എന്തു ചെയ്യണം? നിലവിലുള്ള ശക്തി കൊണ്ടൊന്നും ഈ മഹാവിഷ്ണുവിനെ വധിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയിട്ട് അവൻ വിധാതാരം ഘോരം, വിധാതാരം എന്ന് പറഞ്ഞാല് ബ്രഹ്മാവ്, വിധാതാരം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ ഘോരമായ തപസ് ചെയ്തു. ഘോരം സഖലു തപസിത്വാ, തപസ് ചെയ്തിട്ട് ന ചിരതഃ, ചിരകാലം എന്ന് പറഞ്ഞാൽ വളരെ കാലം, ന ചിരത എന്ന് പറയുമ്പോൾ വളരെ കാലം താമസം ഉണ്ടായില്ല, കാലതാമസം ഉണ്ടായില്ല. ആയിരക്കണക്കിന് വർഷമാണ് തപസ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. എങ്കിലും അത് വളരെ വലിയൊരു കാലയളവൊന്നുമല്ല. അന്നത്തെ കാലത്ത് അത് വലിയൊരു കാലയളവൊന്നും അല്ല. അല്ലെങ്കിൽ ഈ അസുരന് അങ്ങനെ തോന്നിയില്ല. തപസ്സിൽ അങ്ങനെ മുഴുകി കഴിയുമ്പോൾ നമ്മള് എന്ത് കാര്യത്തിലാണെങ്കിലും ആസ്വദിച്ച് അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രയത്നിക്കുമ്പോൾ ആ സമയം പോകുന്നത് നമ്മൾ അറിയുകയില്ല. അതുകൊണ്ടാണ് വളരെ കാലം എടുത്തില്ല എന്ന് പറഞ്ഞത്. പുരസാക്ഷാത് കുറുവൻ, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, സാക്ഷാത്കരിക്കപ്പെട്ടു. അവന്റെ തപസ് ആരെ ഉദ്ദേശിച്ചായിരുന്നോ ആ ദേവത, അതായത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. പുരത, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സുരനരമൃഗാദ്യൈരനിധനം, അപ്പൊ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ഇത്രയും വർഷം തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവ് മുമ്പിൽ വന്നു. അപ്പോഴെന്ത് ചോദിച്ചു? സുരനരമൃഗാദ്യൈരനിധനം, സുരന്മാരും നരന്മാരും മൃഗങ്ങളും നിമിത്തം മരണമുണ്ടാവരുത്. നിധനം എന്ന് പറഞ്ഞാൽ മരണം, ഇല്ലാതാവുക, അത് സംഭവിക്കരുത്. സുരനരമൃഗാദ്യൈഹി അനിധനം, നിധനം സംഭവിക്കരുത്. വേറെയും കുറേ വരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, പിന്നെ അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുത്. അങ്ങനെ ഒത്തിരി മരണം വരുന്ന വഴികളെല്ലാം വരം കൊണ്ട് അടയ്ക്കാൻ ഇയാള് അതായത് ഹിരണ്യകശിപു വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാന് വേണമെന്ന് വെച്ചാൽ, നമ്മൾ പറയാറുള്ളത് പോലെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പറയണ പോലെ, ഭഗവാന് വേണമെന്ന് വെച്ചാൽ ഏത് വരത്തെയും മറികടക്കാനുള്ള കഴിവുണ്ടെന്ന് അറിയാമല്ലോ. വരം ലബ്ധ്വാ തൃപ്തഃ, വരം കിട്ടിക്കഴിഞ്ഞപ്പോഴോ, വരം കിട്ടിയാൽ, എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ തൃപ്തരാവുകയാണ് വേണ്ടത്. ശരിക്കും ഇതിപ്പോ വരം, ഇത്രയും കാലം തപസ് ചെയ്ത് ചോദിച്ച വരമെല്ലാം കിട്ടി. അപ്പൊ ശരിക്കും ഉണ്ടാവേണ്ടത് എന്താണ്? തൃപ്തിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ തൃപ്തിക്ക് പകരം ഈ അസുരൻ ഉണ്ടായത് തൃപ്തിയാണ്. തൃപ്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ജഗതിഹ ഭവൻ നായകമിതം, ഭഗവാൻ നായകനായിട്ടുള്ള ഈ ലോകത്തെ അവൻ സ്വന്തം വശത്താക്കി വെച്ചു. പരിക്ഷുന്തൻ, അങ്ങനെ അവൻ ഇന്ദ്രനിൽ നിന്ന് ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗം, അഹരത, സ്വർഗം ഇന്ദ്രനിൽ നിന്ന് പിടിച്ചെടുത്തു. ത്വാം അഗണയൻ, ലോകത്തിന്റെ യഥാർത്ഥ യജമാനനായിട്ടുള്ള അങ്ങയെ വിഗണിച്ചുകൊണ്ട്, അങ്ങയെ ഒട്ടും ബഹുമാനിക്കാതെ പരിഗണിക്കാതെ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തെ അപഹരിച്ചു, തട്ടിയെടുത്തു. ഇതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ വിഹിർദൃഷ്ടേരന്തർ ഹൃദയേ സൂക്ഷ്മവപുഷ അതന്യുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേജ മൃഗയൻ ഹിയായാദം മത്വാ സകലുചിതകാശീ നിപവൃതേ. നിഹന്തും ത്വാം, അപ്പൊ ഈ അസുരസഭയില് ചെയ്ത പ്രതിജ്ഞ ഓർത്തുകൊണ്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. ഇപ്പൊ ലോകമെല്ലാം തൻ്റെ കീഴിലാണ്. ഇനി അടുത്തത് എൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ മറ്റൊരിടത്തും കാണാതെ മഹാവിഷ്ണു ഇരിക്കുന്ന സ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. നിഹന്തും ത്വാം, നിഹന്തും എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിനായിട്ട്, വധിക്കുന്നതിനായിട്ട്, ത്വാം അങ്ങയെ, ഭൂയസ്തവ പദം അവാപ്തസ്യ അങ്ങയുടെ പദത്തിൽ, അങ്ങ് ഇരിക്കുന്ന സ്ഥലമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ചിപോഹോ ബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷ, ഇവൻ അവിടെ എത്തിച്ചേർന്ന സമയത്ത് ഭഗവാൻ
അണുസ്വരൂപനായിട്ട് ഇവന്റെ തന്നെ ഹൃദയത്തിൽ പ്രവേശിച്ചു. സാധാരണ കള്ളന്മാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികള് പണം, രക്ഷകർത്താക്കളുടെ പണം എടുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ അവൻ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത വിഷയം, പുസ്തകം തുറക്കില്ലാത്ത പുസ്തകത്തില് പണം സൂക്ഷിക്കുന്നത് പോലെ അവൻ ഒരിക്കലും തുറക്കുകയില്ലെന്ന് ഉറപ്പുള്ള പുസ്തകത്തില് പണം കൊണ്ടുവയ്ക്കും. അപ്പോൾ സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നോളും. ഇവർ വെക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്നറിയാം, അവൻ അന്നേരം അവിടെ നിന്നൊക്കെ എടുക്കും. അതേസമയം അവന് ഒട്ടും തുറക്കുകയില്ലെന്ന് ഉറപ്പുള്ള പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ സുരക്ഷിതമായിട്ടിരിക്കും. അതുപോലെ ഇവൻ ഒരിക്കലും അകത്തേക്ക് നോക്കുകയില്ല, അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുകയില്ല എന്ന് ഭഗവാൻ ഉറപ്പാണ്. അതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മരൂപിയായിട്ട് അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ നോക്കുമ്പോ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഇല്ല. അപ്പൊ എന്ത് വിചാരിച്ചു അവൻ? നദന്നുച്ചൈ, അവൻ അട്ടഹസിച്ചു. കൊള്ളാം, വിഷ്ണുവായിട്ട് ഒരു യുദ്ധവും ചെയ്യേണ്ടി വന്നില്ല, അല്ലെ കൊല്ലേണ്ടി വന്നില്ല. വിഷ്ണു പേടിച്ചോടി. നദന്നുച്ചൈസ്തത്രാപ്യ അഖില ഭുവനാന്തേച മൃഗയൻ, എല്ലായിടത്തും അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വൈകുണ്ഠത്തിലെത്തിയത്. അവിടെയും ഇല്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവന്റെ വരവ് കണ്ട് തന്നെ വിഷ്ണു പേടിച്ചോടിയിട്ടുണ്ട്. ഭിയായാതം, ഭിയാന്ന് പറഞ്ഞ പേടിച്ച്, യാതം പോയി, ഇവിടുന്ന് ഓടി. ഞാൻ മന്ന കണ്ടപ്പോ ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. മത്വ, അങ്ങനെ വിചാരിച്ചു. അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ മത്വ സഖലു ജിതകാശി നിവൃതേ. ഇനിയിപ്പോ അവിടെ നിന്നിട്ട് എന്താ കാര്യം? മഹാവിഷ്ണു അവിടെ ഇല്ല. മഹാവിഷ്ണു തന്നെ കണ്ട് പേടിച്ചോടി എന്നുള്ള ഒരു അഹങ്കാരവും കൂടെ അവന് കിട്ടി. അങ്ങനെ അഹങ്കാരം വർദ്ധിക്കാനിടയായി. തപസ് ചെയ്ത് വരം കിട്ടിയപ്പോ തന്നെ അഹങ്കാരം ഉണ്ടായി. അസുരൻ എന്ന് പറയുമ്പോ തന്നെ സ്വതവേ അഹങ്കാരം കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും കിട്ടിയപ്പോ, പ്രത്യേകിച്ച് വരം കിട്ടിയപ്പോ ഒന്നും കൂടെ ഒരു തരത്തിലും ഞാൻ മരണത്തിന് വിധേയനാവുകയില്ല എന്നുള്ളൊരു തോന്നൽ വളരെ അഹങ്കാരം ഉണ്ടാക്കി. അതിനുശേഷം ഇപ്പോ മഹാവിഷ്ണുവിനെ പലയിടത്തും അന്വേഷിച്ചു, കണ്ടില്ല. എന്നാ വൈകുണ്ഠത്തിൽ പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും മഹാവിഷ്ണു അവിടെ ഇല്ല. പേടിച്ചോടിയതായിരിക്കുമെന്നപ്പോ തോന്നി. അങ്ങനെ അട്ടഹസിച്ചു. അപ്പോ വിചാരിച്ചു, ഭഗവാൻ എന്നെ പേടിച്ച് ഓടിയതാണ്, ഞാൻ വരണ കണ്ടതേ സ്ഥലം വിട്ടതാ ഇവിടുന്ന് എന്ന് വിചാരിച്ചവന് ഒന്നും കൂടി ഗർവുണ്ടായി. ഗർവുണ്ടായാൽ അതിനെ ഒന്നും കൂടെ ഭഗവാൻ വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അധപ്പതനം അതിഭയങ്കരമായിരിക്കും. അങ്ങനെ അവൻ നിവവൃതേ, തിരിച്ചു പോന്നു. വിജയാഭിമാനിയായിട്ട്, ജിതകാശി നിവവൃതേ, ജിതനായിട്ട് വിജയാഭിമാനിയായിട്ട് തിരിച്ചു പോന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. തതോസ്യത് പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേർ അധിഗത ഭവൽ ഭക്തിമഹിമാ സവൈ ജാത്യ ദൈത്യ ശിശുരഭി സമേത്യ ത്വയിരതീം ഗതസ്ത്വൽ ഭക്താനാം ഭരത പരമോദാഹരണതാം. അങ്ങനെ ഇരിക്കെ പ്രഹ്ലാദൻ ഉണ്ടായി. ഇവന് 4-ാമത്തെ മകനായിട്ട്. ഹിരണ്യകശിപു തപസ്സിന് പോയ അവസരത്തിൽ ദേവന്മാര് അസുരന്മാരുമായിട്ട് യുദ്ധമുണ്ടായി. രാജാവ് സ്ഥലത്തില്ല എന്നറിഞ്ഞതേ, ശത്രുരാജ്യങ്ങൾ അങ്ങനെയാണല്ലോ, ഭരണാധികാരി സ്ഥലത്തില്ല എന്നറിഞ്ഞാൽ യുദ്ധത്തിന് വരും. അങ്ങനെ ദേവന്മാരെ ഇവരെ കീഴടക്കി, അസുരന്മാരെ തോൽപ്പിച്ചു. ആ അവസരത്തിൽ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാധു ഗർഭിണിയായിരുന്നു. 4-ാമത്തെ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടി, ആ കയാധുവിനെ ദേവേന്ദ്രൻ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തട്ടിക്കൊണ്ടു പോകുമ്പോൾ നാരദ മഹർഷി കാണാനിടയാവുകയും അവളെ കൊല്ലരുത്, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, ഈ കുട്ടി അങ്ങയ്ക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല എന്ന് വാക്കുകൊടുത്ത് നാരദൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ നാരദന്റെ പർണശാലയിൽ ആണ് കയാധു താമസിക്കുന്നത്. ഹിരണ്യകശിപു തപസ് കഴിഞ്ഞു വരുന്നത് വരെ നാരദന്റെ പർണശാലയിലാണ് താമസിക്കുന്നത്. ആ അവസരത്തിൽ കയാധു മഹർഷിയുടെ അടുത്ത് നാരദ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ടൊരു വാക്ക് വാങ്ങുന്നുണ്ട്. അതായത്, എൻ്റെ ഭർത്താവ് തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ പ്രസവിക്കാവുള്ളൂ. അങ്ങനെ അത്രയും കാലം ഹിരണ്യകശിപു തപസ് ചെയ്ത അത്രയും കാലം ഇവള് ഗർഭം ധരിച്ചിരുന്നു. അത്രയും നാള് നാരദ മഹർഷി ഭഗവാന്റെ കഥകളും ഭഗവാന്റെ മഹിമകളും ഒക്കെ അവളെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുട്ടിക്ക് ഭഗവാന്റെ പാദത്തിൽ
അതിയായ ഭക്തി, അതായത് ഭക്തോത്തമന്മാരിൽ ഉത്തമനായി തീർന്നു, അല്ലെങ്കിൽ ഭക്തന്മാരില് ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നു. നാരദ ഭക്തി സൂത്രത്തില് ഭക്തന്മാരുടെ ലിസ്റ്റ് പറയുന്ന അവസരത്തിൽ നാരദ മഹർഷിയാണത് പറയുന്നത്. എന്നാൽ പോലും അദ്ദേഹം ആദ്യം പേര് വെക്കുന്നത് പ്രഹ്ലാദൻ എന്നാണ്. പ്രഹ്ലാദൻ കഴിഞ്ഞിട്ടാണ് നാരദന്റെ പേര് പറയുക. അതായത് അത്രയ്ക്ക് ഭക്തി ഉണ്ടായി. അങ്ങനെ ഭക്തി ഉണ്ടാവാനുള്ള കാരണം ഈ ഗർഭാവസ്ഥയിൽ ഭഗവാന്റെ മഹിമകളും കഥകളും എല്ലാം കേട്ടതുകൊണ്ടാണ്. ഇപ്പോൾ ചെറുപ്പത്തിലാണ് നമ്മൾ ഇതെല്ലാം, എത്ര ചെറുപ്പത്തിൽ സാധിക്കും അത്രയും ചെറുപ്പത്തിൽ കുട്ടികളെ ഈ കഥകൾ കേൾപ്പിക്കണം. ഗർഭാവസ്ഥയിൽ കേൾപ്പിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ആ കുട്ടി നിമിത്തം നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത വൈഭവങ്ങളുള്ള കുട്ടികളായിത്തീരും ആ കുട്ടികൾ. ഇതറിയാതെയാണ് ഹിന്ദുക്കൾ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നത്. ഓരോ കാര്യങ്ങളും ജീവിതം വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മുത്തുകളാണ്, അനവധി മുത്തുകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും രക്ഷപ്പെടാനുള്ള വഴിയാണ്. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് ഇതിന്റെ പ്രയോജനം ഒന്നും അറിയാതെ അങ്ങനെ ചിലരൊക്കെ അത് വലിച്ചെറിയുന്നു, ചിലരൊക്കെ അതങ്ങനെ എന്തൊക്കെയോ മഹിമയുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ സൂക്ഷിച്ച് പൂജിച്ചൊക്കെ വെക്കുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒട്ടും നോക്കുന്നതേയില്ല. അതുകൊണ്ട് അതിന്റെ പ്രയോജനമൊന്നും നമുക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതാണ് തതോസ്യ പ്രഹ്ലാദ സമജനി, അവന് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായി. സുതോ ഗർഭവസതൗ മുനേ, ഗർഭിണിയായിരിക്കുന്ന അവനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ മുനേർ വീണാപാണേരധിഗത ഭവത് ഭക്തി മഹിമ, ഭഗവാന്റെ ഭക്തിയുടെ മഹിമ ആ ഗർഭാവസ്ഥയിൽ അവന് അറിയാൻ സാധിച്ചു. മുനേർ വീണാപാണേ, നാരദ മഹർഷി എപ്പോഴും വീണ ധരിച്ചവനാണല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അധികത, പഠിച്ചവൻ. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ തന്നെ പഠിച്ചു പോകും. പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ കേൾവിക്കുള്ള ശ്രദ്ധ നമുക്ക് കുറഞ്ഞു കുറഞ്ഞാണ് വരിക. വലിപ്പം പ്രായം കൂടി വരും തോറും ശ്രദ്ധ കുറഞ്ഞു വരും. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏറ്റവും ഭംഗിയായിട്ട് കേൾക്കാൻ സാധിക്കുക. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. സവൈ ജാത്യാദൈത്യ, അവൻ ജന്മനാ ദൈത്യനാണ്. ദൈത്യനാണ് എന്നിരുന്നാലും ജാത്യാ, ജന്മനാ ദൈത്യ, അസുരൻ. അസുരന്മാരുടെ സ്വഭാവം നമുക്കറിയാലോ, അത്ര നല്ല സ്വഭാവമല്ല. അങ്ങനെ അസുര ശിശു, ദൈത്യ ശിശുരപി, അങ്ങനെ ആയിരുന്നിട്ടും സമേത്യത്വൈരതിം, അവന് അങ്ങയിൽ രതിയുണ്ടായി, ഭക്തിയുണ്ടായി, അങ്ങയിൽ മാത്രം താല്പര്യം. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ന്യസ്തക്രീഡനക, അതായത് കളിപ്പാട്ടമൊക്കെ കൊണ്ടു കൊടുത്താൽ അച്ഛൻ വില കൂടിയ ചക്രവർത്തിയാണല്ലോ, 14 ലോകങ്ങളുടെയും ചക്രവർത്തിയാണ്. അതുകൊണ്ട് നല്ല വില കൂടിയ കളിപ്പാട്ടമൊക്കെ കൊണ്ടു കൊടുക്കും. അച്ഛൻ കൊണ്ട് തന്നതാണല്ലോ എന്ന് ഓർത്ത് മേടിച്ചങ്ങ് മാറ്റിവെക്കും. അതിലൊന്നും ഒരു താല്പര്യവുമില്ല പ്രഹ്ലാദന്. എന്തിലാണ് താല്പര്യം? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക, ഭഗവാനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ സ്തുതികൾ ചൊല്ലുക. ഇതിൽ മാത്രമാണ് രതി. ത്വയിരതി, ത്വയിരതിം, അങ്ങയിൽ മാത്രം മനസ്സ് വെച്ചവനാണ്. ഗതത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം, അങ്ങയുടെ ഭക്തന്മാരില് പരമനാണ്, ഏറ്റവും ഉയർന്നവൻ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഭക്തന്മാരിൽ ഭക്താഗ്രണിയായിട്ട് മാറി ഈ പ്രഹ്ലാദൻ. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുവിർ അശിക്ഷിക്ഷിരമമും ഗുരുപ്രോക്തം ജാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുറുവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം. സുരാരി എന്ന് പറഞ്ഞാൽ അസുരന്മാര്. അവരെ സംബന്ധിച്ച് പരിഹാസമാണ്. എന്താണ് പരിഹാസമായിട്ടുള്ളത്? തവ ചരണദാസ്യം. തവ എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം നാരായണത്തിലെല്ലാം ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ഭഗവാനോടാണ് പറയുന്നത്. അപ്പൊ തവ ചരണ, അങ്ങയുടെ ചരണദാസ്യം, അങ്ങയുടെ പാദാരവിന്ദത്തെ സേവിക്കുക എന്നുള്ളത് സുരാരീണാം ഹാസ്യം,
അസുരന്മാരെ സംബന്ധിച്ച് പരിഹാസകരമാണ്. നിജസുതേ, അങ്ങനെയുള്ള ഈ പ്രഹ്ലാദൻ, പ്രത്യേകിച്ചും ഈ ഹിരണ്യകശിപു ഭരിക്കുന്ന കാലത്ത് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഭജിക്കുന്നവരാണെന്ന് പുറമെ അറിയിക്കാൻ സാധിക്കില്ലാത്ത വിധത്തിലുള്ള കാലമായിരുന്നു. സമ്മതിക്കില്ല, ഭഗവത് ഭജനം ഒരിടത്തും അനുവദിക്കില്ല. ഇനി ഭജിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ എന്നെ ഭജിച്ചോളൂ എന്നാണ് ഹിരണ്യകശിപു നിർദ്ദേശം കൊടുത്തിരുന്നത്. ഭഗവാനെ ഭജിക്കുന്ന ഒരുത്തരും പുറമേ കണ്ടേക്കരുത്, അകത്തെങ്ങാനും അടച്ചിരുന്ന് ഭജിച്ചോളണം. അപ്പോ അത് പരിഹാസമാണ്. അസുരന്മാരെ സംബന്ധിച്ച് ഭഗവാനെ ഭജിക്കുക എന്ന് കേൾക്കുന്നത് തന്നെ പരിഹാസമായിരുന്നു. ഇന്നത്തെ കാലത്ത് പോലെ, ഇന്നത്തെ കാലത്തും ഈശ്വര ഭജനം ചെയ്യുന്നവരെയൊക്കെ വളരെ പരിഹാസമാണ്. പണ്ടത്തെ പോലെയല്ല, ആരെയും കാണാതെ ചന്ദനക്കുറി തൊടുക, അമ്പലത്തിൽ പോകുന്നതൊക്കെ ഒളിച്ചും പാത്തും എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. നന്നാവാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നു എങ്കിലും സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷിരമമും, ഈ പ്രഹ്ലാദന് ഇങ്ങനെ ഭഗവാനിലാണ് ഭക്തി, അല്ലെങ്കിൽ ഇവൻ അസുര സ്വഭാവമല്ല കാണിക്കുന്നത് എന്ന് തോന്നിയിട്ട് ഇവനെ ഒരു നല്ല അസുരക്കുട്ടിയാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പഠനത്തിന് കൊണ്ടുപോയി ആക്കി ഗുരുവിന്റെ അടുത്ത്. അതായത് അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യര്. ശുക്രാചാര്യരുടെ അടുത്ത് കൊണ്ടുവച്ചെന്നാക്കി. അപ്പൊ ശുക്രാചാര്യർ അവിടെ ഇല്ല, അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. അദ്ദേഹത്തിന്റെ മക്കളാണ് പഠിപ്പിക്കുന്നത്. ഷണ്ടനും അമർക്കനും, ഇങ്ങനെയാണ് അവരുടെ പേര്. അവര് രണ്ടുപേരുമാണ് പഠിപ്പിക്കുന്നത്. അവരോട് ഹിരണ്യകശിപു പറഞ്ഞു, ഇവനെ ഒരു നല്ല അസുരക്കുട്ടിയാക്കി മാറ്റണം. അശിശിക്ഷിരമമും, വളരെ കാലം അവനെ പഠിപ്പിച്ചു. ഗുരുപ്രോക്തം ചാസാവിധമിതം അഭദ്രായ ദൃഢമിതി. പ്രഹ്ലാദന് വേണ്ടതെല്ലാം ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പഠിച്ചതായതുകൊണ്ട് ഇവരുടെ പഠിപ്പിക്കല് പ്രഹ്ലാദന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. മനസ്സിൽ വീണ്ടും വീണ്ടും പറയും, ഇവര് പഠിപ്പിക്കുന്നത് എനിക്ക് നല്ലതിനുള്ള കാര്യങ്ങളല്ല, ആർക്കും നല്ലതിനുള്ള കാര്യങ്ങളല്ല, യഥാർത്ഥ ശാശ്വതമായ ശാന്തി തരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവര് പഠിപ്പിക്കുന്നത്, താൽക്കാലിക സുഖങ്ങളുടെ മാർഗങ്ങളാണ്, ഇതൊന്നും യഥാർത്ഥത്തിൽ നല്ലതിനല്ല എന്ന് വീണ്ടും വീണ്ടും ഗുരുപ്രോക്തം, ഗുരു പറയുന്നത്, പ്രോക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത്, ഗുരുവിനാൽ പറയപ്പെടുന്നത്, ഇതമിതം അഭദ്രായ, ഭദ്രത്തിനല്ല, ഭദ്രം എന്ന് പറഞ്ഞാൽ ശാന്തമായും സ്വസ്ഥമായിട്ടും ഇരിക്കാനുള്ള കഴിവ്, അത് ഉണ്ടാക്കുന്നതല്ല. ദൃഢം, ഉറപ്പായിട്ടും ഇവര് പഠിപ്പിക്കുന്നതൊന്നും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ വെക്കേണ്ട കാര്യങ്ങളല്ല, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയൈവ വവൃധേ. എന്റെ ഭക്തി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പ്രഹ്ലാദൻ വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അധീതേഷു ശ്രേഷ്ഠം കിമിത പരിപൃഷ്ടേ തനയേ പവൽ ഭക്തി വര്യാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിർ അസ്യേത്യഭവിദ്വൻ വധോപായാൻ അസ്മിൻ ഭവൽപാദശരണേ. അങ്ങനെ പഠിപ്പിക്കാൻ കൊണ്ടേയാക്കി കുറെ നാള് പഠനം തുടർന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം ഹിരണ്യകശിപുവിന് തോന്നി, മകന്റെ പഠിത്തം എത്ര വരെയായി, എന്തൊക്കെ പഠിച്ചു എന്നൊന്നറിയണം എന്ന് വിചാരിച്ച് അധീതേഷു ശ്രേഷ്ഠം, പഠിച്ചതിൽ വെച്ച് ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലത്, എല്ലാം ഒന്നും കേൾക്കാൻ, പഠിച്ചതെല്ലാം പറഞ്ഞു കേൾപ്പിക്കാൻ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ധാരാളം സമയമുള്ള അച്ഛനല്ല, ലോകം മുഴുവൻ ഭരിക്കുന്ന ആളാണ്, ചക്രവർത്തിയാണ് ഹിരണ്യകശിപു. അപ്പൊ പഠിച്ചതില് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കാര്യം മാത്രം കേട്ടാൽ മതി. അത് വിചാരിച്ച് മകനെ ഒരു ടെസ്റ്റ്, ഒരു ചെറിയ പരീക്ഷ നടത്തുകയാണ്. പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? കിം അധീതയേഷു ശ്രേഷ്ഠം കിം, പഠിച്ചതിൽ ശ്രേഷ്ഠമായത് ഏതാണ്? പരിപൃഷ്ടേ, പൃഷ്ടേ എന്ന് പറഞ്ഞാൽ ചോദിക്കുക. തനയേ, തനയനോട്, മകനോട്, അതായത് പ്രഹ്ലാദനോട്. ഭവദ്ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ
വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. പഠിച്ചതില് ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടാവുകയാണ്, ഭവത് ഭക്തിയാണ് ഉത്തമം എന്ന് നേരിട്ടങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. അസുരന്മാരുടെ സഹജ സ്വഭാവങ്ങളായ അർത്ഥകാമങ്ങളെ നേടലാണ് ജീവിത ലക്ഷ്യം. നമുക്ക് പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതില് ധർമ്മവും ആദ്യത്തേതും അവസാനത്തേതും അസുരന്മാരെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതല്ല. അപ്പൊ അർത്ഥം നേടുക, അതുപയോഗിച്ച് കാമങ്ങളൊക്കെ സാധിക്കുക. ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ജനങ്ങളുടെയും ഉദ്ദേശം ഇത് തന്നെയാണ്. അതായത് അസുര സ്വഭാവമാണ് അധിക ജനങ്ങൾക്കും. അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ളവര്, ഈ ചിന്താഗതി ഉള്ളവരെല്ലാം അസുര സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ധനം സമ്പാദിക്കുക, അതുപയോഗിച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. അത് ധർമ്മമാർഗത്തിൽ നേടിയതാണോ, അത് മോക്ഷത്തിന് ഉതകുമോ, നമ്മുടെ പ്രവൃത്തികള് ചിന്തകളൊക്കെ മോക്ഷത്തിന് ഉതകുമോ എന്നുള്ള ചിന്തയൊന്നും ഇല്ല. അപ്പോ അർത്ഥകാമങ്ങളെ നേടുക ആണ് ജീവിത ലക്ഷ്യം എന്നായിരുന്നു ഹിരണ്യകശിപു പ്രതീക്ഷിച്ചത്. പ്രഹ്ലാദൻ പറയണമെന്ന് പ്രതീക്ഷിച്ച ഉത്തരം അർത്ഥകാമങ്ങളെ നേടി ഇങ്ങനെ സുഖമായി ജീവിക്കുക എന്ന് പറയണമെന്നാണ് ഹിരണ്യകശിപു ആഗ്രഹിച്ചത്. പക്ഷേ പറഞ്ഞതോ ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന്റെ സന്തോഷമെല്ലാം പോയി. അതായത് ഇവൻ ശകലം പെശകാണെന്ന് ആദ്യമേ തോന്നിയിരുന്നു. ഇവനെ നല്ല അസുരക്കുട്ടിയാക്കണം എന്ന് എടുത്തു പറഞ്ഞതിന്റെ കാരണം അതാണ്. പക്ഷേ അവന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും വന്നില്ലല്ലോ എന്നോർത്ത് ഹിരണ്യകശിപുവിന് വല്ലാത്ത ദുഃഖവും ദേഷ്യവും വന്നു. ഗുരുക്കന്മാരോട് ദേഷ്യപ്പെട്ടു. ഗുരുഭ്യോ രോഷിത്വ എന്ന് പറഞ്ഞാൽ കോപിച്ചിട്ട് ഗുരുക്കന്മാരോട് ദേഷ്യപ്പെട്ടു. സഹജമതിരസ്യേത്യ അഭിവിധൻ, അവര് പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമല്ല രാജാവേ, ഇവന് സഹജമതിയാണ്, ഇവന് ജന്മന ഇങ്ങനെയാ, ഇവനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ ഇവന് ഈ സ്വഭാവം അല്ലായിരുന്നോ, രാജാവിനും കുറച്ചൊക്കെ അറിയാലോ എന്ന് പറയാണ്. വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഇവന്റെ നേരെ കൊല്ലാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവൻ ശരിക്കു പറഞ്ഞാൽ അസുരകുലത്തിന് ഒരു നാശം വിതയ്ക്കുന്നവനാണ്. ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അസുരകുലത്തിന് നല്ലതല്ല, അല്ലെങ്കിൽ അതിന് ദോഷം ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തെ ഏറ്റവും സ്നേഹിക്കുന്നത്, അതില് ഒരവയവത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ചും പ്രമേഹമൊക്കെ ഉള്ളവർക്ക് ഒരവയവം മുറിയുകയോ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ച് പഴുക്കുകയോ ചെയ്താൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആ അവയവം നീക്കം ചെയ്യുകയാണ് മറ്റവയവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുക. അതുപോലെ ഈ പ്രഹ്ലാദനെ ഒഴിവാക്കുന്നതാണ് ഈ അസുരകുലത്തിന് നല്ലത് എന്ന് ഹിരണ്യകശിപുവിന് തോന്നി. അതുകൊണ്ട് തന്റെ പുത്രനാണ്, വാത്സല്യമുണ്ട്, ശരിയാണ്. പക്ഷേ താൻ ചക്രവർത്തിയാണ്, അസുര ചക്രവർത്തിയാണ്. അപ്പൊ അസുരകുലത്തിന്റെ മുഴുവനും ശ്രേയസ്സാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ തന്റെ മകനാണെങ്കിലും ഇവൻ അസുരകുലത്തെ മുടിപ്പിക്കുന്നവനാണ് എന്ന് മനസ്സിലായപ്പോൾ ഇവനെ കൊല്ലുകയാണ് നല്ലത്, ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, വേറെ 3 പുത്രന്മാരുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവനെ കൊല്ലാനുള്ള മാർഗങ്ങള് ആലോചിച്ചു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ദശൂലൈരാവിത്ത സുബഹുമതിദോദിജഗണൈ മഹാസർപ്പൈർദംഷ്ട്രോപ്യനശന ഗരാഹാരവിദുദ ഗിരീദ്രാവക്ഷിപ്തോ അഹഃ പരമാത്മന്നൈ വിഭോ ത്വയിന്യസ്തോന്യസ്താത്മാത്വാദ് കിമപി ന നിബീഡാം അപജത. ഇനി പറയുന്നത് പ്രഹ്ലാദനെ ഏതെല്ലാം തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ശൂലൈരാവിദ്ധ, ശൂലം ഉപയോഗിച്ച് പിളർക്കാൻ ശ്രമിച്ചു. അവൻ സുബഹുമഥിതോ ദിഗ്ഗജഗണൈ, വലിയ ആനകളെ കൊണ്ട് ചവിട്ടി അരപ്പിച്ചു നോക്കി. മഥിതൻ എന്ന് പറഞ്ഞാൽ ആനയുടെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കാനായിട്ട് ആനയുടെ മുമ്പിൽ കൊണ്ടയിട്ട് കൊടുക്കുക. മഹാസർപ്പൈർദഷ്ടോ, മഹാസർപ്പങ്ങള്, ഭയങ്കര വിഷമുള്ള സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു നോക്കി.
അനശന ഗരാഹാര വിദ്യുത, പട്ടിണിക്കിട്ടു, ഒന്നും കഴിക്കാൻ കൊടുക്കാതെ. അനശനൻ എന്ന് പറഞ്ഞാൽ ഒന്നും അശിക്കാത്തവൻ, ഭക്ഷിക്കാത്തവൻ, ഒന്നും ഭക്ഷണം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഗരാഹാര വിദ്യുത, ഗരം എന്ന് പറഞ്ഞാൽ വിഷം കൊടുത്തു നോക്കി. ഗിരീന്ദ്രാവക്ഷിപ്തോ, വലിയ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. ഗിരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. ഗിരീന്ദ്രനാവുമ്പോ ഗിരികളിലും ശ്രേഷ്ഠൻ, നല്ല പൊക്കമുള്ള പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് താഴത്തേക്ക് ഗിരീന്ദ്രാവക്ഷിപ്തോ, അതായത് പർവ്വതത്തിന് മുകളിൽ നിന്നും താഴേക്ക് ഇടുക. അഹഹ പരമാത്മന്നൈ വിഭോ, ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു നോക്കി. പക്ഷേ എന്ത് സംഭവിച്ചു? ത്വയി ന്യസ്താത്മത്വാത്, അങ്ങയിൽ മുഴുകിയിരിക്കുന്ന മനസ്സോടു കൂടിയവനായ പ്രഹ്ലാദനോ കിമപി നിപീഡാമഭജത, ഒരു പീഡയും ഉണ്ടായില്ല. ഈ ചെയ്ത ഒരു പ്രവൃത്തിയും പ്രഹ്ലാദനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ഇനി ഭഗവാൻ എന്നെ രക്ഷിച്ചല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും സാധാരണഗതിയിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഇതാരാണ് ഈ കൊല്ലാൻ ശ്രമിക്കുന്നയാള്? സ്വന്തം അച്ഛൻ. അച്ഛൻ എന്നെ എന്നാലും ഇങ്ങനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വേദനയെങ്കിലും മനസ്സിലുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ അർപ്പിച്ച ആളായിരുന്നു പ്രഹ്ലാദൻ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ചിന്താക്ലേശമോ ശാരീരിക വേദനയോ ആ മനസ്സിനെ ബാധിച്ചില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. തദശങ്കാവിഷ്ട സപുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തൽഗേഹേ വിലവരുണപാശൈസ്തമരുണ ഗുരോച്ഛ സാന്നിധ്യേ സപുനരനുഗാൻ ദൈത്യതനയാൻ അവൽഭക്തേ സ്ത്വം പരമഭിജ്ഞാനമശിഷത്. ഇപ്പോ ഈ തരത്തിലൊക്കെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് മരണം സംഭവിക്കാവുന്ന സാഹചര്യങ്ങളെ ഒക്കെ തരണം ചെയ്ത് ജീവിച്ചിരിക്കുന്ന പ്രഹ്ലാദനെ കണ്ടപ്പോൾ ഹിരണ്യകശിപു ശങ്കാവിഷ്ടനായി. എന്താ ശങ്കയുണ്ടായത്? താൻ മരണം വരുന്ന മാർഗങ്ങളൊക്കെ വരം ഉപയോഗിച്ച് തപസ് ചെയ്ത് വരം നേടി മരണം വരണ മാർഗങ്ങളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ മകനാണ് ഈ പ്രഹ്ലാദൻ. ഒരു പക്ഷേ ആ വരബലം ഇവനും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുമോ? ഒരു തരത്തിലും മരിക്കുന്നില്ല. തദശങ്കാവിഷ്ട, അതാണ് ശങ്കയുണ്ടായി, സംശയമുണ്ടായി. സ പുനരതിദുഷ്ടോ അസ്യ ജനകോ, ആ പ്രഹ്ലാദന്റെ ദുഷ്ടനായ അച്ഛൻ ഗുരുക്ത്യ, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഞങ്ങളുടെ ആശ്രമത്തിൽ തന്നെ കൊണ്ട് വിട്ടോളൂ, ഞങ്ങൾ നോക്കാം, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ രോഗം വന്നു, ചികിത്സിച്ചു, ഒരു തരത്തിലും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പിന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകും. അതിനുശേഷം അവരൊക്കെ ഒരു നിവൃത്തിയില്ല, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ തന്നെ കൊണ്ടുപോയി കിടത്തിക്കോളൂ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ അവർ പറയും, ഇങ്ങ് കൊണ്ടുവന്നോളൂ, ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നത് പോലെ ഗുരു പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് തന്നെ വിടൂ, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് വിട്ടു. എന്നാൽ അവനെ തുറന്നു വിടാൻ മറ്റു കുട്ടികളെ പോലെ സ്വതന്ത്രനാക്കി വിട്ടാൽ അപകടമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? വരുണപാശൈസ്തമരുണത്, വരുണപാശം കൊണ്ട് അവനെ ബന്ധിച്ചു നിർത്തി. നടന്ന് സഞ്ചരിച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഒരിടത്ത് കിടക്കുകയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവനെ കെട്ടിയിട്ടു. ഗുരോശ്ചാസാന്നിധ്യേ, ഗുരുക്കന്മാരെവിടെയെങ്കിലും പോകുന്ന അവസരത്തിൽ, അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ അവിടെ ഇല്ലാത്ത അവസരത്തിൽ, ക്ലാസ്സില് ഗുരുക്കന്മാർ വരാത്ത അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ അടുത്ത് വരാത്ത സാഹചര്യത്തില് പുനരനുഗാൻ ദൈത്യതനയാൻ, പ്രഹ്ലാദനോട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്തു ചെയ്യും? പ്രഹ്ലാദന്റെ അടുത്ത് വരും. പ്രഹ്ലാദ എന്തിനാ പ്രഹ്ലാദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛൻ പറയുന്നത് പോലെ കേട്ടൂടെ എന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരടുത്ത് വരും. പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമപി വിജ്ഞാനമശിഷത്. ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാല് പ്രഹ്ലാദന് രാജാവാകാൻ മേലേ, പിന്നെ പ്രഹ്ലാദന് ഇഷ്ടം പോലെ ചെയ്യാൻ മേലേ, എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയും, അങ്ങനെ പ്രായമായിട്ട് ആചരിക്കേണ്ട ഒരു കാര്യമല്ല ഭഗവാന്റെ ഭക്തി, അല്ലെ ഭഗവാനെ ഭജിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രായമായിട്ട് നമ്മൾ നല്ല പ്രായത്തിലൊക്കെ ചെറുപ്രായത്തിലൊക്കെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ
പ്രായമായി കഴിയുമ്പോൾ ഭഗവാനെ വിചാരിക്കാം എന്ന്, അല്ലെ ഭഗവാനെ ഭജിക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മുടെ മനസ്സിലൊക്കെ അതുവരെയുള്ള ജീവിതമൊക്കെ ആവും നിറഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷം മനസ്സിലേക്ക് ഭഗവാന് പ്രവേശനം തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ തന്നെ ഭഗവാനെ ഭജിച്ചു തുടങ്ങണം എന്ന് ഭവൽ ഭക്തേസ്തത്വം, എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എന്നും ഒക്കെ ആ കുട്ടികൾക്ക് പരമമപി വിജ്ഞാനം അശിഷത്, അങ്ങനെ ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് നേടേണ്ടത്, ഭഗവാനിൽ ഭക്തി വെക്കേണ്ടത് എങ്ങനെ എന്നൊക്കെ ആ കുട്ടികൾക്ക് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു. അശിഷത്, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉത്കൃഷ്ടമായ മോക്ഷോപായ ജ്ഞാനവും ആ കുട്ടികൾക്ക് നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം തൽസ്തുതിപരം യുഷാന്തപ്രായനം പുലകതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. പിതാശൃണ്വൻ ബാലപ്രകരമഖിലം, ഈ കുട്ടിയുടെ കാര്യം. അപ്പോ ഗുരുക്കന്മാര് തിരിച്ചു വരുമ്പോഴെന്താണ് സംഭവിക്കുക? നമ്മൾ നാമം ജപിക്കുകയാണ് വേണ്ടത്, ഭഗവാനെ സ്തുതിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിത ലാഭം, ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് നമ്മൾ നേടേണ്ടത്, യഥാർത്ഥത്തിൽ നേടേണ്ടത് ഭഗവത് ഭക്തിയാണ്, അല്ലെങ്കിൽ ഭഗവാനെ മോക്ഷമാണ്, ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഭഗവാനെ കിട്ടണമെങ്കിൽ, അല്ലെ ഭക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാമം ജപിക്കണം, ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നാമം ചൊല്ലിക്കൊടുക്കുകയാണ്. പ്രഹ്ലാദൻ നാമം ചൊല്ലിക്കൊടുക്കും, കുട്ടികൾ ഏറ്റുചൊല്ലും. അങ്ങനെ ഗുരുക്കന്മാര് തിരിച്ചു വരുമ്പോഴത്തേക്കും പ്രഹ്ലാദൻ മാത്രമല്ല, ബാക്കി അസുര കുട്ടികളും ഭഗവാന്റെ നാമം ചൊല്ലി, കീർത്തനം ചൊല്ലി ആനന്ദാശ്രുക്കൾ പൊഴിച്ചിരിക്കുന്നത് കാണുന്നു. അത് കണ്ടിട്ട് ഗുരുക്കന്മാർ ഓടിച്ചെന്ന് ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാവും കേട്ടോ. പ്രഹ്ലാദൻ മാത്രല്ല, അസുരക്കുട്ടികളെല്ലാം ഇപ്പൊ ഈ വഴിക്കായി തുടങ്ങി. അതുകൊണ്ട് ഇവനെ ഇവിടെ വെച്ചിരിക്കുന്നത് അസുരകുലത്തിന് നല്ലതല്ല, അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് ചെന്ന് പറഞ്ഞപ്പോൾ പിതാശൃണ്വൻ, പിതാവായ ഹിരണ്യകശിപു ബാലപ്രകരം, അതായത് ഈ പ്രഹ്ലാദന്റെ ഈ പ്രവൃത്തികളെല്ലാം കേട്ടിട്ട് സ്തുതിപരം, അങ്ങേ സ്തുതിക്കുന്നതായ സ്തോത്രങ്ങളൊക്കെ അവരെ ചൊല്ലി കേൾപ്പിക്കുക, പഠിപ്പിക്കുക, അങ്ങനെ തഞ്ചം കിട്ടുമ്പോഴെല്ലാം ചെയ്യണു എന്നുള്ള കാര്യം ഗുരു ഹിരണ്യകശിപുവിനെ അറിയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? രുഷാന്ധ, അതിഭയങ്കരമായ കോപമുണ്ടായി. പ്രാഹൈനം കുലഹതക, കുലമൂടിപ്പിക്കാനായിട്ടുണ്ടായവനെ എന്ന് പ്രാഹ, അവനെ വിളിച്ചു. എടാ കുലാന്തക എന്ന് വിളിച്ചു, ദേഷ്യത്തോടെ. രോഷിത്വ രുഷാന്ധ, ദേഷ്യം കൊണ്ട് അന്ധനായി. രുഷാന്ധൻ എന്ന് പറഞ്ഞാല് കോപം കൊണ്ട് അന്ധനാവുക. നമ്മൾ എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, കണ്ണടച്ചിട്ട് ചെയ്യുന്നത് പോലെയായി പോകും. അതാണ് അന്ധത്വം. കസ്തേ ബലമിതി, നിനക്കാരാട ബലം എന്ന് ചോദിച്ചു. അപ്പോഴോ ബലം മേ വൈകുണ്ഠ, ആ വൈകുണ്ഠനാണച്ചാ എന്റെ ബലം. തവച, അങ്ങയുടെ ബലവും അദ്ദേഹം തന്നെ. ജഗതാം ചാപി സബലം, ഈ ജഗത്തിന്റെ മുഴുവൻ ബലം ആരാണ്? ഈ ജഗത്ത് മുഴുവൻ ആരാണ് ശരിക്കും? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ജഗത്തിലുള്ളവയുടെയൊക്കെ ബലം എന്തിൽ നിന്നാണ് ശരിക്കും? ഭഗവാനിൽ നിന്നാണ്. അപ്പൊ എന്റെ ബലം ഭഗവാനാണ്. അങ്ങയ്ക്കും ഈ ശക്തിയും കഴിവും ഒക്കെ ഉണ്ടായത് ഭഗവാനിൽ നിന്ന് തന്നെ. എന്ന് മാത്രമല്ല അച്ഛാ, ഈ ലോകത്തിന്റെ മുഴുവനും ബലം ഭഗവാൻ തന്നെയാണ്. സയേവ ത്രൈലോക്യം, ആ ഭഗവാൻ തന്നെയാണ് ഈ ത്രിലോകങ്ങളിലും വിളങ്ങുന്നത്. സകലമിതി ധീരോയമഗതീത്, എല്ലാം അങ്ങനെ ഭഗവാൻ തന്നെ. എവിടെ നോക്കിയാലും ഭഗവാനെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ധീരോയം, യാതൊരു പേടിയുമില്ല. മുമ്പ് എന്തൊക്കെയാ ചെയ്തത്? ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? അത് ഓർത്താൽ പേടി തോന്നും ഹിരണ്യകശിപുവിനോട് സംസാരിക്കാൻ തന്നെ. പക്ഷേ പ്രഹ്ലാദന് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. ധീരതയോടെ പറഞ്ഞു, അഗതീത് പറഞ്ഞു എന്നാണ്. സകലമിതി ധീരോയമഗതീത്, ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഹരേ കാസോ കാസോ
സകല ജഗദാത്മാ ഹരിരിതി രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിതിസുതാ അത പശ്ചാദ്വിഷ്ണു നഹി വദിതും ഈശോസ്മി സഹസ കൃപാൽമൻ വിശ്വാൽമൻ പവനപുരവാസിൻ മൃഡയമാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അരേ ക്വാസൗ എന്ന് ചോദിച്ചാൽ, എടാ എവിടെയാടാ നിന്റെ ഈ ഹരി? സകല ജഗദാത്മാ ഹരിരിതി. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഹരിയാണ് എല്ലായിടത്തും. എവിടെയാ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. നീ എവിടെ നോക്കിയാലും ഹരിയെ കാണുന്നെന്ന് പറയുന്നു. എനിക്ക് ഒരിടത്തും, ഞാൻ ആ വൈകുണ്ഠത്തിൽ വരെ പോയി നോക്കി, അവിടെ പോലും കാണാൻ സാധിച്ചില്ല. പ്രഭിന്ദേ സ്മസ്തംഭം. കോപം വന്നിട്ട് അദ്ദേഹം കരവാള, അതായത് വാള് കയ്യിലെടുത്ത് മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. പ്രഭിന്ദേ സ്മസ്തംഭം. ആ തൂണ്, തൊട്ടു മുമ്പിൽ കണ്ട തൂണില് ഇടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ തൂണിൽ ചലിതകരവാളോദിതി സുതാ, വാളങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഇളക്കിക്കൊണ്ട്, കൈ ഇളക്കിക്കൊണ്ട് ചോദിച്ചു, ഈ തൂണിലുണ്ടോ? അത പശ്ചാത് വിഷ്ണു നഹി വദിതും ഈശോസ്മി സഹസ. ആ മുഷ്ടി ചുരുട്ടി, വാള് കയ്യിൽ ഉറപ്പിച്ചു പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുകയാണല്ലോ, ആ കൈ കൊണ്ട് ആ തൂണിൽ ഒരൊറ്റ ഇടി ഇടിച്ചു. പ്രഭിന്ദേ, അത് പിളർക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ഇടി അങ്ങിടിച്ചു. അപ്പോഴോ അത പശ്ചാത് വിഷ്ണു, അതിനുശേഷമുള്ള കാര്യങ്ങള് ഭഗവാനെ വിഷ്ണു നഹി വദിതും ഈശോസ്മി സഹസ. സഹസ എന്ന് പറഞ്ഞ പെട്ടെന്ന്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാനെ വിഷ്ണു എനിക്കിപ്പൊ പറയാനായിട്ട് സാധിക്കില്ല. സഹസ, ഉടനെ പറയാനായിട്ട് സാധിക്കില്ല. കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. എന്നെ രക്ഷിക്കൂ ഭഗവാനെ, കൃപാത്മാവായ വിശ്വാത്മാവായ അങ്ങ് ഗുരുവായൂരപ്പ, പവനപുരവാസിൻ ഗുരുവായൂരപ്പ, മൃഡയമാം, എന്നെ രക്ഷിക്കൂ. മൃഡയ, ആനന്ദിപ്പിക്കൂ. മൃഡൻ എന്ന് ഭഗവാന് ശിവന് പേരുണ്ട്, ആനന്ദിപ്പിക്കുന്നവൻ. അതായത് മൃഡയമാം, എന്നെ ആനന്ദിപ്പിക്കൂ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ദശകം നോക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.